ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈശോയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും യൗസേപിതാവിൻ്റെയും ഈശോയുടെയും സ്നേഹ സാന്നിധ്യം അനുഭവപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. സ്വർഗീയ അപ്പച്ച, തിരുക്കുടുംബത്തിൻ്റെ മേൽ അങ്ങു ചുരിഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ, അതിൽ അങ്ങ് നിലനിർത്തിയ സമാധാനത്തിൻ്റെ തികവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിലനിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു TV ഇൻ്റർവ്യൂവില് ക്രിസ്ത്യാനിയായ വളരെ പ്രശസ്തിയായ റിമി ടോമി എന്ന ഗായിക ഒരു കാര്യം പറയുകയുണ്ടായി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ ഏഞ്ചൽ വോയിസിൽ പാടാനായിട്ട് കൂടിയ പെൺകുട്ടിയാണവൾ. ഇന്ത്യക്കകത്തും പുറത്തും, ഇന്ത്യക്ക് വെളിയിലുമൊക്കെ അവളിങ്ങനെ ഗാനമേളകളിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഏതോ ഒരു അമ്പലത്തിൻ്റെ ഗാനമേളയിൽ വെച്ചാണ് നാദിർ ഷാ എന്ന സംവിധായകനും നടനുമായ വ്യക്തി അവളെ മീശമാധവൻ എന്ന സിനിമയിലേക്ക് പാടാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവള് ഒരു പ്രഭാതത്തില് അപ്പച്ചനെയും കൂട്ടി അതിൻ്റെ സംഗീത സംവിധായകനെ കാണാൻ ചെന്നു. അവരെ ഏതൊക്കെയോ പാട്ടുകൾ പാടിച്ചു. പോരാൻ നേരത്ത് ഒരു 2000 രൂപ അപ്പച്ചൻ്റെ കയ്യിലേക്ക് കൊടുത്തു. കാരണം അവൾ പറഞ്ഞത്, ഒരു പാവപ്പെട്ട അപ്പനെയും മോളെയും നിസ്സഹായരായിട്ട് അങ്ങ് കണ്ടപ്പോൾ തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി ഉണ്ടോ എന്ന് അവർക്ക് സംശയം തോന്നിയെന്നാണ്. അത് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ അടുത്തിരുന്ന മറ്റൊരു പ്രശസ്തയായ ഗായിക അവളുടെ കണ്ണുനീരൊപ്പാനായി എഴുന്നേറ്റു. അപ്പോൾ എടുത്ത വായിലെ ആ പെൺകുട്ടി ചോദിച്ചു, എന്തിനാണ് അവിടുന്ന് ഓടി വരുന്നത്? ഇത് എൻ്റെ സങ്കടം, ഇതെനിക്ക് മാനേജ് ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന്. ഇന്ന് അവൾ തൊടുന്നതും അവൾ ആഗ്രഹിക്കുന്നതും എല്ലാം വാങ്ങാൻ മാത്രം പണവും പേരും പ്രശസ്തിയും ഒക്കെയുണ്ട്. പക്ഷേ ഈ ഉയരത്തിലേക്ക് അവൾ നടന്നു കയറിയ പടവുകൾ അത്ര സന്തോഷജനകമായിരുന്നില്ല എന്ന് അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഇന്നും തോറ്റുകൊണ്ടിരിക്കുന്നവരാണോ നമ്മൾ തുടങ്ങിയതൊന്നും വിജയിക്കുന്നില്ലേ? എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള കാശ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ലേ? ഭയപ്പെടേണ്ട, നിന്നോടുകൂടി ഞാനുണ്ട്. നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടി ഞാൻ വരും, നിനക്ക് മുൻപേ പോയി നിനക്ക് വീഥി ഒരുക്കും, നിനക്കിടമൊരുക്കുമെന്ന് പറഞ്ഞ ഒരു കർത്താവുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ ഒരു യാത്രയോടുകൂടിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. വേണ്ടപ്പം വേണ്ടത് മാത്രം പകർന്നു തരുന്ന ഒരു യാത്ര. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മളന്ന് കണ്ടതുപോലെ, നീതിമാൻ ഭിക്ഷ യാചിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ തക്കവിധം ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവമാണ് നമ്മുടെ സമ്പത്ത്. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും ഇന്നൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക. ആ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, എൻ്റെ സ്വർഗീയ അപ്പച്ച, ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത് നീയാണെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും എൻ്റെ പ്രശ്നങ്ങളും നീ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകൾ തുറന്ന് നമ്മുടെ പ്രഭാത ജോലികളിലേക്ക് പ്രവേശിക്കാം. ആമേൻ.